ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാലകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSCക്ക് എപ്പോഴും ആ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവാറുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഇരുമ്പുരുക്കുശാല തന്നിട്ട് അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്, അല്ലെങ്കിൽ ഒരു ഇരുമ്പുരുക്കുശാല തന്നിട്ട് അത് നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ് എന്ന് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ ചില കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇരുമ്പുരുക്കുശാലകളെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം നമുക്ക് കോഡിലേക്ക് പോകാം. അപ്പോൾ ഇരുമ്പുരുക്കുശാലകളെ പറ്റി പറയുമ്പോൾ ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 8ാം സ്ഥാനമാണ് ലോകത്തിൽ തന്നെ സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ഉള്ളത്. ഇനി ഇന്ത്യയിൽ ഏറ്റവും ആദ്യം ആരംഭിച്ച ഇരുമ്പുരുക്കുശാല എവിടെയാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ പോർട്ടോനോവയിലാണ്. ഇന്ത്യയിൽ ആദ്യം ആരംഭിച്ച ഇരുമ്പുരുക്കുശാല എവിടെയാണ്? പോർട്ടോനോവയിലാണ് ആരംഭിച്ചത്. വർഷം ഓർത്ത് വയ്ക്കുക, 1830 പോർട്ടോനോവയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൊക്കാറോയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബൊക്കാറോ ഇരുമ്പുരുക്കുശാലയാണ്. ഇനി സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ടിസ്കോയാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാലയാണ് ടിസ്കോ. ടിസ്കോയുടെ ഫുൾ ഫോം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എന്താണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതാണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല. ഇതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ്. ഇനി അടുത്തൊരു പോയിന്റ്, ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ഭിലായ് ഇരുമ്പുരുക്കുശാലയാണ്. ഏറ്റവും ലാഭകരമായ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭിലായ് ഇരുമ്പുരുക്കുശാലയാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ലോകത്തില് സ്റ്റീൽ ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 8ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത് എവിടെയാണ്? പോർട്ടോനോവയിലാണ്. 1830 ആരംഭിച്ചത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ബൊക്കാറോയാണ്. സ്വകാര്യ മേഖലയിലുള്ള ഏറ്റവും വലിയ ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ടിസ്കോയാണ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അതിന്റെ ആസ്ഥാനം മുംബൈയിലാണ്. ഇനി ഏറ്റവും ലാഭകരമായിട്ടുള്ള ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഭിലായ് ഇരുമ്പുരുക്കുശാലയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ദക്ഷിണ കൊറിയയുടെ സഹായത്തോടു കൂടിയിട്ട് ഒഡീഷ സർക്കാർ പാരാദ്വീപിൽ പണികഴിപ്പിച്ച ഇരുമ്പുരുക്കുശാല ഏതാണെന്ന് ചോദിച്ചാൽ പോസ്കോയാണ്. ദക്ഷിണ കൊറിയയുടെ സഹായത്തോടു കൂടിയിട്ട് ഒഡീഷ സർക്കാർ പാരാദ്വീപിൽ പണികഴിപ്പിച്ച ഇരുമ്പുരുക്കുശാലയാണ് ഏത്? പോസ്കോ. അതുപോലെ ഇന്ത്യയിൽ തന്നെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഇരുമ്പുരുക്കുശാലയാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ തന്നെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഇരുമ്പുരുക്കുശാലയാണ് ഏത്? വിശാഖപട്ടണം. ഇനി മറ്റൊരു പോയിന്റ്, കരിബുറു ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. കരിബുറു ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. അതുപോലെ തന്നെ വിജയനഗർ വിശ്വേശ്വരയ്യ, വിജയനഗർ അതുപോലെ തന്നെ വിശ്വേശ്വരയ്യ, ഈ 2 ഇരുമ്പുരുക്കുശാലയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ദക്ഷിണ കൊറിയയുടെ സഹായത്തോടു കൂടിയിട്ട് ഒഡീഷ സർക്കാർ പാരാദ്വീപിൽ പണികഴിപ്പിച്ച ഇരുമ്പുരുക്കുശാലയാണ് പോസ്കോ. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഇരുമ്പുരുക്കുശാലയാണ് വിശാഖപട്ടണം. കരിബുറു ഇരുമ്പുരുക്കുശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ ഒഡീഷയിലാണ്. അതുപോലെ തന്നെ വിജയനഗർ വിശ്വേശ്വരയ്യ എന്നീ 2 ഇരുമ്പുരുക്കുശാലകളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കർണാടകയിലാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്കുശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അതുപോലെ തന്നെ അതിന് സഹായിച്ച രാജ്യം അത് നമുക്ക് കോഡിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം,
ഇരുമ്പുരുക്ക് ശാലകളുടെ പേര്, അതുപോലെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, സഹായിച്ച രാജ്യം. ഇതാണ് PSCക്ക് എപ്പോഴും റിപ്പീറ്റ് ചോദിക്കുന്ന ഒരു ഭാഗം. ഏതെങ്കിലും ഒരു ഇരുമ്പുരുക്ക് ശാല തന്നിട്ട് അത് നിർമ്മിക്കാൻ സഹായിച്ച രാജ്യം ഏതാണ്, അല്ലെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ കോഡിലൂടെ പഠിക്കാം എന്നുള്ളത് നോക്കാം. അപ്പൊ നോക്കാം, ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഭിലായ് ഇരുമ്പുരുക്ക് ശാല, സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്, സഹായിച്ച രാജ്യം റഷ്യ. ഇതെങ്ങനെ ഓർത്ത് വെക്കാം? ഇതിന്റെ എല്ലാത്തിന്റെയും ഫസ്റ്റത്തെ ലെറ്റർ നോക്കാം. ഭിലായ് ഭി, ഛത്തീസ്ഗഡ് ഛ, റ, ബിച്ചറ. എന്താണ്? ബിച്ചറ എന്ന് ഓർത്ത് വെക്കാം. ബിച്ചറ എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ഭിലായ് ഇരുമ്പുരുക്ക് ശാലയാണ്, എന്താണ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛ, ബി ഛ, ഛ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ്, റ റഷ്യയാണ് സഹായിച്ചത്. അപ്പൊ ബിച്ചറ എന്ന് ഓർത്ത് വെക്കാം. ഇനി ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടൻ, അതിന്റെയും ഫസ്റ്റത്തെ ലെറ്റർ ദുപബ്രി. ഇനി റൂർക്കേല ഒറീസ ജർമ്മനി, റു ഓ ജ. എല്ലാത്തിന്റെയും ഫസ്റ്റത്തെ ലെറ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ബൊക്കാറോ ബോ ജ റ, ബൊജറ. അപ്പോൾ ഈ വേർഡ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, നമുക്കത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാനായിട്ട് പറ്റും. ഒരു 1-2 തവണ പറഞ്ഞു നോക്കിയാൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് തോന്നും. നോക്കാം. ബിച്ചറ, ദുപബ്രി, റുവോജ, ബൊജറ. എന്താണ്? ബിച്ചറ, ദുപബ്രി, റുവോജ, ബൊജറ. ഇത് ജസ്റ്റ് ഒന്ന് 2 തവണ പറഞ്ഞു നോക്കിയാൽ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും സെറ്റ് ആവും. നോക്കാം. ബിച്ചറ, ദുപബ്രി, റുവോജ, ബൊജറ. ഓക്കെ. അപ്പോൾ ബിച്ചറ എന്ന് പറയുമ്പോൾ ഭിലായ് ഇരുമ്പുരുക്ക് ശാല, സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ്, സഹായിച്ച രാജ്യം റഷ്യ. ദുപബ്രി എന്ന് പറയുമ്പോൾ ദുർഗാപൂർ, സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, സഹായിച്ച രാജ്യം ബ്രിട്ടൻ. റുവോജ, റൂർക്കേല ഒറീസ ജർമ്മനി. ബൊജറ, ബൊക്കാറോ ജാർഖണ്ഡ് റഷ്യ. അപ്പൊ വളരെയധികം എളുപ്പമല്ലേ? ബിച്ചറ, ദുപബ്രി, റുവോജ, ബൊജറ. ഇത് ഓർത്ത് വെച്ചാൽ നമുക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഈ എല്ലാ ഇരുമ്പുരുക്ക് ശാലകളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവും സഹായിച്ച രാജ്യവും നമുക്ക് ഓർഡറിൽ തന്നെ പറയാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.